സ്വത്തുക്കളെല്ലാം അനാഥാലയത്തിന് എഴുതിവെച്ച് ബന്ധുക്കളോട് താല്പര്യമില്ലെന്ന് പറയാതെ പറഞ്ഞ് മരണത്തിലേക്ക് നടന്നു കയറിയ ആ കുടുംബത്തിന് ഒടുവിൽ ചിതയൊരുങ്ങിയതും അതുപോലെ എറണാകുളത്തെ മണ്ണിൽ തന്നെയാണ്. വടുതലയിലെ വാടക വീട്ടിൽ ജീവനൊടുക്കിയ തിരുവനന്തപുരം സ്വദേശികളായ 5 പേരുടെയും സംസ്കാരം ബന്ധുക്കളുടെ നിസ്സഹരണം മൂലം എറണാകുളത്ത് നടത്തി. വടുതല ശ്മശാനത്തിലായിരുന്നു ചടങ്ങുകളെല്ലാം തന്നെ നടന്നത്. പോലീസ് വിവരം അറിയിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം വിളപ്പിൽശാലയിൽ നിന്ന് ശ്രീകുമാരിയുടെയും സഹോദരങ്ങളടക്കമുള്ള ബന്ധുക്കൾ അടുത്തെത്തിയെങ്കിലും മൃതദേഹങ്ങൾ ഏറ്റെടുക്കാൻ ഇവർ തയ്യാറായില്ല. തുടർന്ന് ഇവരുടെ കൂടെ നിർദ്ദേശപ്രകാരം സംസ്കാരം കൊച്ചിയിൽ തന്നെ നടത്തി. വിളപ്പിൽശാല കാരോട് കാവുവിള പരേതനായ ജി സുരേന്ദ്രൻ നായരുടെ ഭാര്യ വൈ ശ്രീകുമാരി 59 വയസ്സും മകൾ അശ്വതി എസ് നായറിന് 39 വയസ്സും അശ്വതിയുടെ മക്കളായ കാർണിവന് 14 വയസ്സും കീർത്തിവന് 4 വയസ്സും അക്ഷിതയ്ക്ക് 2 വയസ്സും ഉള്ളവരുടെ ചേതനയേറ്റ ശരീരങ്ങളാണ് ബന്ധുക്കൾ പോലും ഇല്ലാതെ നാട്ടിൽ എരിഞ്ഞടങ്ങിയത് എന്ന് പറയാം. ശ്രീകുമാരിയും അശ്വതിയും തൂങ്ങി മരിച്ച നിലയിൽ കുട്ടികൾ വിഷം ഉള്ളിൽ ചെന്ന നിലയിലുമായിരുന്നു കാണപ്പെട്ടത്. കഴിഞ്ഞ ജൂലൈയിൽ അശ്വതിയുടെ ഭർത്താവ് അശ്വത് ആത്മഹത്യ ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ അനുഭവിക്കേണ്ടി വന്ന കടുത്ത ഒറ്റപ്പെടലും മാനസിക വിഷമങ്ങളുമാണ് കൂട്ട ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പ്രാഥമിക നിഗമനമെന്ന് പറയാം. പോലീസ് നിഗമനത്തിൽ പോലീസ് കണ്ടെടുത്ത ആത്മഹത്യക്കുറിപ്പിൽ അശ്വതിയുടെയും ഭർത്താവിന്റെ സുഹൃത്തുക്കളുടെയും ഭർത്തൃമാതാവിന് അയൽവാസികൾക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളുമുണ്ട്. ഭർത്താവിന്റെ മരണശേഷം തങ്ങൾ നേരിട്ട അവഗണനയും പീഡനങ്ങളും കത്തിൽ അക്കമിട്ട് നിരത്തുന്നുണ്ട്. സ്വന്തം വീടിനകത്ത് അയൽവാസികളുമായി നിലനിന്നിരുന്ന തർക്കങ്ങളെക്കുറിച്ച് കത്തിൽ സൂചന നൽകുന്നുണ്ട്. കുറിപ്പിൽ പരാമർശിക്കുന്നിടത്ത് തന്നെ ദിവസങ്ങൾ പോലീസ് മൊഴിയെടുക്കും. ആത്മഹത്യാ പ്രേരണാ കുറ്റം നിലനിൽക്കുമോ എന്ന കാര്യവും പോലീസ് പരിശോധിച്ചു വരികയാണ്. തങ്ങളുടെ ഉടമസ്ഥയിലുള്ള വീടും സ്ഥലവും മറ്റും സ്വത്തുവകകളും അർഹതപ്പെട്ട അനാഥാലയത്തിന് വിട്ടു നൽകണമെന്നാണ് അശ്വതി കുറിപ്പിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ പോകുന്നു എന്ന വാക്കുകളോടെയാണ് കത്ത് അവസാനിപ്പിക്കുന്നത്. ബന്ധുക്കളുമായി അകന്നിരുന്ന കുടുംബം ആരോടും മിണ്ടാതെയും പുറം ലോകവുമായി ബന്ധപ്പെടാതെയുമാണ് വടുതലയിലെ ആഡംബര വില്ലയിൽ കഴിഞ്ഞുകൂടിയത്. ഒടുവിൽ മരണശേഷം ആ അകൽച്ച തുടർന്ന ബന്ധുക്കൾ മൃതദേഹം പോലും വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. അശ്വതിയുടെ മകന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് 2 മാസം മുൻപ് ഇവർ കൊച്ചിയിലേക്ക് മാറിയിരുന്നു. 45,000 രൂപയുടെ വാടക വില്ലയിൽ സാമ്പത്തിക പ്രയാസങ്ങളൊന്നും ഇല്ലാതെയാണ് ഇവർ കഴിഞ്ഞിരുന്നതെന്നും പോലീസ് പറയുന്നുണ്ട്. ഇത്തരത്തിലെ കുറേ വാർത്തകൾ ഇതിനെക്കുറിച്ച് വരുന്നുണ്ട്. വീടൊഴിയുകയാണെന്ന് 5 പേരും മരണത്തിലേക്ക് പോവുകയാണെന്നും വീട്ടുടമസ്ഥന് നൽകിയ ശേഷമായിരുന്നു ഇവർ മരണത്തിലേക്ക് പോയത്. കുട്ടികളെ പുതുവസ്ത്രത്തിൽ അണിയിച്ചും കണ്ണടകളും കൂളിംഗ് ഗ്ലാസും വെപ്പിച്ചും ഒരുക്കിയ ശേഷം വിഷം നൽകിയെന്നാണ് സംഭവ സ്ഥലത്തെത്തിയവർ നടുക്കത്തോടെ ഓർക്കുന്നത്. കേസിൽ എറണാകുളം നോർത്ത് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അമ്മയുടെയും സഹോദരിയുടെയും മൃതദേഹങ്ങൾ പോലും ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്നാണ് സഹോദരന്റെ നിലപാടെന്നും വടുതല ശ്മശാനത്തിൽ സംസ്കാരം നടന്നപ്പോൾ തന്നെ എല്ലാവർക്കും കാര്യം ഏകദേശം മനസ്സിലായി തുടങ്ങിയെന്നും പ്രതികരിക്കുന്നുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.